ആദ്യം കുറച്ച് ചിത്രങ്ങൾ കാണാം. ഇനി ഇതിലും പഴയ ചിത്രങ്ങൾ കൂടി കാണാം. എന്തെങ്കിലും മനസ്സിലായോ? ഇതൊരു അപൂർവ ശത്രുതയുടെ, അതിലും വലിയ സൗഹൃദത്തിൻ്റെ കഥയാണ്. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സിയുടെയും ഇംഗ്ലണ്ടിൻ്റെ താരമായിരുന്ന ഡേവിഡ് ബെക്കാമിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ, ഒപ്പം കളിക്കളത്തിലെ ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടത്തിൻ്റെ കഥ. ലോകകപ്പിൻ്റെ രണ്ടാം സെമിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് രണ്ട് പേരിലേക്കാണ്. കളത്തിൽ മെസ്സിയിലേക്കും പവലിയനിൽ ഡേവിഡ് ബെക്കാമിലേക്കും. ഇതേ അമേരിക്കയിലേക്ക് മെസ്സിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ഡേവിഡ് ബെക്കാമാണ്. തൻ്റെ ടീമായ ഇന്റർ മയാമിയിലേക്ക് ബെക്കാമിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ മെസ്സിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഇനി കഥയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഇംഗ്ലണ്ടും അർജന്റീനയും എന്നൊക്കെ ഫുട്ബോളിൽ നേർക്കുനേർ വന്നിട്ടുണ്ടോ അന്നെല്ലാം തീപ്പൊരി പറന്നിട്ടുണ്ട്. ലോകകപ്പിലെ വിജയക്കണക്കിൽ മുൻതൂക്കം ഇംഗ്ലണ്ടിനാണ്. 3 ജയം ഇംഗ്ലണ്ടിനും 2 അർജന്റീനയ്ക്കും. 1962 ലോകകപ്പിൽ ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വിജയം 3-1 ഇംഗ്ലണ്ട് ലോക ജേതാക്കളായ 1966 ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫുട്ബോളിൻ്റെ ജാതകം തന്നെ തിരുത്തിയ മത്സരമായി. ക്വാർട്ടറിൽ ഒറ്റ ഗോളിനായിരുന്നു ആതിഥേയരായ ഇംഗ്ലണ്ടിൻ്റെ വിജയം. മത്സരത്തിൻ്റെ 35-ാം മിനിറ്റിൽ ഫൗളിനെ ചൊല്ലി തർക്കിച്ചതിന് അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിനെ ജർമ്മൻ റഫറിയായിരുന്ന റുഡോൾഫ് കെയ്റ്റ്ലിൻ കളത്തിൽ നിന്ന് പുറത്താക്കി. അക്കാലത്ത് ഫുട്ബോളിൽ മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഉണ്ടായിരുന്നില്ല. റഫറിമാർ വാക്കാൽ പറഞ്ഞാണ് കളിക്കാരെ പുറത്താക്കിയിരുന്നത്. റാറ്റിന് ഇംഗ്ലീഷോ ജർമ്മനോ അറിയില്ലായിരുന്നു. റഫറിക്ക് സ്പാനിഷും അറിയില്ലായിരുന്നു. തന്നെ എന്തിനാണ് പുറത്താക്കിയതെന്ന് വ്യക്തമാക്കാൻ റാറ്റിൻ ഒരു വിവർത്തകനെ ആവശ്യപ്പെടുകയും മൈതാനം വിടാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഏകദേശം 10 മിനിറ്റോളം കളി തടസ്സപ്പെട്ടതോടെ പോലീസ് എത്തിയാണ് റാറ്റിനെ മൈതാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്. കളിസ്ഥലത്ത് നിന്ന് പുറത്തുപോയ റാറ്റിൻ എലിസബത്ത് രാജ്ഞിക്കായി ഒരുക്കിയിരുന്ന ചുവന്ന പരവതാനിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇംഗ്ലീഷ് കാണികൾ അദ്ദേഹത്തിന് നേരെ ബിയർ ക്യാനുകളും ചോക്ലേറ്റുകളും എറിഞ്ഞു. പുറത്തു പോകുന്നതിനിടയിൽ സ്റ്റേഡിയത്തിൻ്റെ കോർണർ ഫ്ലാഗിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പതാക റാറ്റിൻ ഞെരിച്ചതായും ആരോപണമുയർന്നു. മത്സരശേഷം ഇംഗ്ലണ്ടിൻ്റെ മാനേജറായിരുന്ന ആൽഫ് റാംസി തൻ്റെ കളിക്കാരെ അർജന്റീനൻ താരങ്ങൾക്ക് ജേഴ്സി കൈമാറാൻ അനുവദിച്ചില്ല. അർജന്റീനൻ കളിക്കാരുടെ ഫൗളുകളെയും പെരുമാറ്റത്തെയും വിമർശിച്ചുകൊണ്ട് റാംസി അവരെ മൃഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ശത്രുത ഇരട്ടിയാക്കി. റഫറി തങ്ങളെ വഞ്ചിച്ചെന്ന് അർജന്റീനക്കാർ വിശ്വസിച്ചു. ഇതിന് 20 വർഷത്തിന് ശേഷം മെക്സിക്കോയിലാണ് അർജന്റീന പകവീട്ടിയത്. മർഡോണയുടെ ദൈവത്തിൻ്റെ കയ്യിലൂടെയും നൂറ്റാണ്ടിൻ്റെ ഗോളിലൂടെയും അർജന്റീന അന്ന് ജയിച്ചു കയറി കിരീടമുയർത്തി. അത് കഴിഞ്ഞ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പിൽ നേർക്കുനേർ വന്നത് 1998 ഫ്രാൻസ് ലോകകപ്പിലാണ്. സമനിലയിലായ മത്സരം അന്ന് ഷൂട്ടൗട്ടിൽ അർജന്റീന വിജയിച്ചു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ യുവതാരമായിരുന്ന ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. അതിന് ബെക്കാമും ഇംഗ്ലണ്ടും പകവീട്ടിയത് 4 വർഷത്തിന് ശേഷം 2002 കിരീട സാധ്യതയിൽ അന്ന് മുന്നിലുണ്ടായിരുന്ന അർജന്റീന ആദ്യ റൗണ്ടിൽ തന്നെ മടങ്ങിയതിന് കാരണം ഇംഗ്ലണ്ടിനോട് നേരിട്ട തോൽവിയായിരുന്നു. ഇംഗ്ലണ്ടിനോട് സമനില മാത്രം മതിയായിരുന്നു അർജന്റീനയ്ക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ. എന്നാൽ ഡേവിഡ് ബെക്കാം എടുത്ത പെനാൽറ്റി അവരെ 3ാം സ്ഥാനക്കാരാക്കി പുറത്താക്കി. 24 വർഷങ്ങൾക്കിപ്പുറമാണ് ലോകകപ്പിൽ വീണ്ടും ഒരു അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഫാക്ലൻഡ് ദ്വീപിനെ ചൊല്ലിയുള്ള യുദ്ധം, 1966 ലോകകപ്പിലെ വിവാദം, മറഡോണ കള്ളക്കളി കളിച്ചെന്ന ആരോപണം, ഇങ്ങനെ വിവാദങ്ങളുടെ നടുവിൽ ഇരു രാജ്യങ്ങളും സൗഹൃദ മത്സരങ്ങൾ പോലും ഇക്കാലത്ത് ഒഴിവാക്കി. ഇക്കുറി നേർക്കുനേർ വരുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും കണക്ക് തീർക്കാനുണ്ട്. കരിയറിൽ ഇംഗ്ലണ്ടിനെതിരെ മെസ്സി ആദ്യമായാണ് കളിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തിയുണ്ട്. എന്നാൽ 2002 ശേഷം ലോകകപ്പിൽ ഇതുവരെ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. അത് സത്യമാണ്. ജയിക്കാനായി തൻ്റെ രാജ്യവും തൻ്റെ ഉറ്റ സുഹൃത്തായ മെസ്സിയും നേർക്കുനേർ അണിനിരക്കുമ്പോൾ ഡേവിഡ് ബെക്കാമിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ആര് ജയിക്കണമെന്നാകും അദ്ദേഹം ആഗ്രഹിക്കുക? മെസ്സിക്കെതിരെ വിമർശനം ഉയരുമ്പോഴെല്ലാം പ്രതിരോധിച്ചിട്ടുള്ള ബെക്കാം ഇക്കുറി എന്ത് പറയും? അതുകൂടിയാണ് ഇന്നത്തെ മത്സരം നൽകുന്ന വലിയ ആകാംക്ഷ.